മരണം വരെയും നവാസും രഹനയും പ്രണയത്തിലായിരുന്നു എന്നല്ല, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്ന് പറയേണ്ടത്. കലാഭവൻ നവാസിൻ്റെ മരണം തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. എല്ലാവരെയും ഒരുപോലെ ഞെട്ടിച്ച ഒരു മരണവാർത്ത തന്നെയായിരുന്നു. ഒരിക്കൽ പോലും യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അത് പ്രിയപ്പെട്ടവർക്ക് ഏറെ വേദന നൽകുന്നതാണ്. പ്രത്യേകിച്ചും ഭാര്യ രഹനയ്ക്ക്. വിവാഹശേഷം രഹനയുടെ ലോകം നവാസായിരുന്നു. മക്കൾ വന്ന ശേഷവും മരണം വരെയും പ്രേമത്തിലായിരുന്നു ഇരുവരും. അങ്ങനെയാണ് ഇരുവരും ജീവിച്ചത്. പ്രണയിനിയായിരുന്ന ഇരുവരുടെയും വിവാഹം നടന്നത്. സ്നേഹനിമിഷങ്ങളെക്കുറിച്ച് എപ്പോഴും കുഞ്ഞുങ്ങൾ തന്നെ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പോസ്റ്റ് ഇടാറുണ്ട്. ഇത്തവണ നവാസിൻ്റെ മരണശേഷം ആദ്യമായിട്ടാണ് രഹന എത്തിയത്. എന്നെ വിഷമത്തിലേക്ക് പോകാൻ പോലും അനുവദിക്കില്ലായിരുന്നു ഇക്ക എന്നെ വാചകത്തിലുണ്ട്. ഇരുവരും തമ്മിലുള്ള സ്നേഹത്തിൻ്റെ ആഴം എത്രത്തോളം. പ്രണയിച്ചവർ ഈ ഭൂമിയിൽ നിന്നും വേർപെടുമ്പോൾ ആ വേദന മരണത്തേക്കാൾ ഭീകരമാണ്. ഇവരുടെ സ്നേഹം എത്രയും ആഘാതമായിരുന്നു എന്ന് പുത്തൻ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. രഹനയുടെ ലോകം നവാസിക്ക ആയിരുന്നു എന്ന് ഈ അടുത്തിടെ ഇരുവരും സുഹൃത്തുക്കളായ ഷാജുവും നമ്മൾക്കൊന്നും തോന്നിപ്പോകും. രഹന ഇക്കാര്യം പറഞ്ഞെന്നും ഷാജു പറഞ്ഞിരുന്നു. അടുത്തിടെ ഭർത്താവിനൊപ്പം അഭിനയത്തിലേക്ക് രഹന എത്തിയിരുന്നു. നവാസിൻ്റെ മരണശേഷം അത് മുസ്ലിം സമുദായത്തിൽ ഭർത്താക്കം മറ്റു പുരുഷന്മാർ ഇന്ത്യ അനുഷ്ഠിക്കുന്ന സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ ആയിരിക്കുമെന്നതാണ്. മറ്റുള്ളവരെ ഒന്നും, പ്രത്യേകിച്ച് അന്യപുരുഷന്മാരെ ഒന്നും കാണാൻ സാധിക്കാൻ പാടില്ല എന്നാണ്. അങ്ങനെ ഒരു ചടങ്ങാണ് ഇദ്ദ. 4 മാസത്തിന് ശേഷമാണ് പുറം ലോകത്തേക്ക് ഇറങ്ങുക. അതുകൊണ്ട് തന്നെ രഹന ആ ഒരു ചടങ്ങ് അനുഷ്ഠിക്കുകയായിരുന്നു. അതിനുശേഷം ആദ്യമായിട്ട് രഹന തൻ്റെ മനസ്സ് ഓർക്കുന്നത് ഇപ്പോൾ രഹനയുടെ ഉള്ളിൽ നിറയെ നവാസാണ്. നവാസിനെ കുറിച്ച് ഓർക്കാത്തൊരു നിമിഷം പോലും രഹനയുടെ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ആ ഒരു സങ്കടത്തിൽ നിന്നും ഇനി മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിച്ചല്ലേ എന്ന് പറയുന്നുണ്ട് രഹന. മക്കൾക്ക് ഇനി താനല്ലേ ഉള്ളൂ, അവർക്ക് വേണ്ടി ഞാൻ ജീവിക്കണമല്ലോ. ഞങ്ങളുടെ മക്കളെ അദ്ദേഹം എന്നെ ഏൽപ്പിച്ചിട്ടാണല്ലോ പോയത്. മക്കൾക്കായാലും എനിക്കായാലും ദൈവം തരും എന്നാണ് രഹന പറയുന്നത്. രഹനയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിരവധി പേരാണ് എത്തുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളാണ് ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.